നീ എഴുന്നേറ്റ് നിന്റെ കട്ടിലെടുത്തുകൊണ്ട് സ്വന്തം ഭവനത്തിലേക്ക് പൊയ്ക്കൊള്ളുക. കവർന്നഹൂമിലെ ഭവനത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിലൂടെ ലഭ്യമായ സൗഖ്യത്തിൻ്റെ വിവരണമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ ഭവനത്തിൻ്റെ മുമ്പിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന ആൾക്കൂട്ടം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ നിസ്സംഗത പുലർത്തുക മാത്രമല്ല, തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ലക്ഷ്യബോധത്തോടെ ഒരുവന്റെ സൗഖ്യത്തിനായി പ്രവർത്തിക്കുന്ന 4 പേരെയും ഇവിടെ കാണാം. തടസ്സങ്ങൾക്ക് മുമ്പിൽ നിരാശപ്പെടാതെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ലക്ഷ്യത്തിനായി പ്രവർത്തിച്ച ആ 4 പേരുടെ കഠിനാധ്വാനത്തെ കർത്താവ് ഇവിടെ മാനിക്കുന്നു. ഈ 4 സ്നേഹിതരുടെ വിശ്വാസവും അത് പ്രഖ്യാപിക്കുവാൻ തടസ്സങ്ങളെ മറികടക്കാനുള്ള അവരുടെ കൂട്ടായ യത്നവും രോഗിയുടെ ജീവിതത്തിൽ പുതിയ പ്രഭാതം സാധ്യമാക്കുന്നു. ഇന്ന് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ, ആരും ആശ്രയമില്ലാതെ കഴിയുന്നവരെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് നാം മറക്കരുത്. സൗഖ്യദായക ശുശ്രൂഷയിൽ നാം പങ്കുകാരാകുന്നതിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ടും ആരാധനയുടെ അനുഭവത്തിൽ ജീവിപ്പാനും നമുക്ക് ഇടയാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാന കർത്താവേ, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്ക്, ആരും ആശ്രയമില്ലാത്തവർക്ക് അത്താണിയായി തീരുവാനും അവരെ അങ്ങയുടെ സന്നിധിയിലേക്ക് വഴി നടത്തുവാനും ഞങ്ങൾക്കിടയാകണമേ. ആമീൻ.